Hi friends, നമുക്കിന്നിവിടെ എന്താണ് ആക്സസ് പോയിന്റ് എന്ന് നോക്കാം. അതായത് ആക്സസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്, ഒരു വയർലെസ് ഡിവൈസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ ഓഫീസുകളിലും വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബോക്സ് പോലെ സീലിങ്ങിലൊക്കെ ഇരിക്കുന്നത്. സോ ഇത് റൗട്ടേഴ്സ് നമുക്ക് എല്ലായിടത്തും സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അത്തരം ഒരു സാഹചര്യത്തിൽ റൗട്ടറിൽ നിന്നും ഒരു എതർനെറ്റ് കേബിൾ വഴി നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസാണ് ഈ ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ആക്സസ് പോയിന്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ കോമൺ ആയിട്ട് ആക്സസ് പോയിന്റ് പവർ ഓവർ എതർനെറ്റ് എന്നുള്ളൊരു രീതി, അതായത് എതർനെറ്റ് കേബിളിലൂടെ തന്നെ ഇന്റർനെറ്റ് കടത്തിവിടുന്നു. ഇതുമൂലം നമുക്ക് ഈ റൗട്ടർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് പവർ കൊടുക്കാനായിട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യാനായിട്ടുള്ള ചാർജർ, കുത്താനായിട്ടുള്ള സ്ലോട്ട്, അത്തരത്തിലുള്ള അഡാപ്റ്റർ സ്ലോട്ടുകളുടെ ആവശ്യം ആക്സസ് പോയിന്റ് വരുന്നില്ല. കാരണം ആക്സസ് പോയിന്റിൽ PoE സപ്പോർട്ടഡ് ആയിട്ടുള്ള ആക്സസ് പോയിന്റ് ആണ് കൂടുതലും വരുന്നത്. അല്ലാത്ത ആക്സസ് പോയിന്റ് ഉണ്ട്, എന്നാലും കൂടുതലും PoE സപ്പോർട്ടഡ് ആയിട്ടുള്ള, അതായത് പവർ ഓവർ എതർനെറ്റ്, എതർനെറ്റ് കേബിളിലൂടെ തന്നെ പവർ ഇന്റർനെറ്റ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആക്സസ് പോയിന്റുകളാണ് കൂടുതലും വരുന്നത്. അത്തരം ആക്സസ് പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വലിയ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സീലിങ്ങിൽ വളരെ മനോഹരമായിട്ട് തന്നെ വയ്ക്കുമ്പോൾ വേറെ പവർ കുത്തേണ്ട ആയിട്ടൊരു ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ആക്സസ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കസ്റ്റമർക്ക് വളരെ നല്ലൊരു ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത്. ആക്സസ് പോയിന്റ് അതുപോലെ തന്നെ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ, അതൊരു വളരെ ഒരു വലിയ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഈ ആക്സസ് പോയിന്റ് നമുക്ക് സഹായകരമാണ്. കാരണം ഒന്നിലധികം ആക്സസ് പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ ആപ്ലിക്കേഷനിൽ തന്നെ ആ ഒരു എല്ലാ ആക്സസ് പോയിന്റും ഒരേ പേരിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ലാർജ് ഏരിയ ഒക്കെ കവർ ചെയ്യാൻ, ഹോട്ടൽ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയൊരു ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിംഗ് ഒക്കെ കവർ ചെയ്യാനായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഫിക്സ് ചെയ്ത് കവർ ചെയ്യാനൊക്കെ ഈ ആക്സസ് പോയിന്റ് വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ആക്സസ് പോയിന്റ്. അത് തന്നെ സിംഗിൾ ബാൻഡും ഡ്യുവൽ ബാൻഡും ഒക്കെ വരുന്നുണ്ട്. വളരെ സ്പീഡ് കൂടിയതും സ്പീഡ് താരതമ്യേന സിംഗിൾ ബാൻഡ് പോലത്തെ സ്പീഡ് ഉള്ളതും അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡ് സ്പീഡ് ഉള്ളതൊക്കെ ആയിട്ടുള്ള ആക്സസ് പോയിന്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സിംഗിൾ ബാൻഡ് ആക്സസ് പോയിന്റ് ആണ്. TP ലിങ്കിൻ്റെ ഒമേഡ 300 Mbps സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്സസ് പോയിന്റ് ആണ്, സിംഗിൾ ബാൻഡ് ആക്സസ് പോയിന്റ് ആണ്. EAP110 എന്ന് പറഞ്ഞ ആക്സസ് പോയിന്റ് ആണ്. സോ ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിവൈസുകൾ എന്തൊക്കെയാണ് അത് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ആക്സസ് പോയിന്റ്. ഇതാണ് ആക്സസ് പോയിന്റ്. നമ്മൾ ആക്സസ് പോയിന്റ് സിംഗിൾ ബാൻഡ് ആക്സസ് പോയിന്റ് EAP110 എന്ന് പറഞ്ഞ TP ലിങ്കിന്റെ ആക്സസ് പോയിന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു PoE ഇഞ്ചക്ടർ വരുന്നുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ ആ ഒരു കണക്ടിവിറ്റി ഇലക്ട്രിസിറ്റി കൂടി കടത്തിവിട്ട്, അതായത് ഇന്റർനെറ്റിലൂടെ കറണ്ട് കൂടി കടത്തിവിട്ട് ഉപയോഗിക്കുന്ന PoE ഇഞ്ചക്ടർ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഇത്രയാണ് അതിനകത്ത് ഉള്ളത്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതായത് ഹോൾഡ് ചെയ്യാനോടുള്ള ഒരു സ്റ്റാൻഡ്, നമുക്ക് ഒരു വാളിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. ജസ്റ്റ് ഒരു ലോക്കാണ്, അതൊരു ജസ്റ്റ് ഒരു തിരിച്ച് കഴിയുമ്പോൾ തന്നെ ലോക്കിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആക്സസ് പോയിന്റ് ആണ് EAP110 എന്ന് പറഞ്ഞാൽ. ഇത് ഡ്യുവൽ ബാൻഡ് സിംഗിൾ ബാൻഡും ഉണ്ട്. ഇത് സിംഗിൾ ബാൻഡ് ആക്സസ് പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ആക്സസ് പോയിന്റ് കണ്ടു. ഇത് സിംഗിൾ ബാൻഡ് ആക്സസ് പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആക്സസ് പോയിന്റ്. സോ ഇത് കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് രണ്ട് തരം ആക്സസ് പോയിന്റുകളുണ്ട്. അപ്പോൾ ആക്സസ് പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് PoE ഇഞ്ചക്ടർ ഉള്ള, അതായത് PoE ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു ഇഞ്ചക്ടർ, അതാണ് PoE ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള PoE ഇഞ്ചക്ടർ ഉള്ള ആക്സസ് പോയിന്റും ഉണ്ടാവും, PoE ഇഞ്ചക്ടർ ഇല്ലാത്ത ആക്സസ് പോയിന്റും ഉണ്ടാവും. സോ നമ്മൾ മേടിക്കുമ്പോൾ നമുക്കവിടെ PoE സ്വിച്ച് ഉണ്ട്, അതായത് PoE സ്വിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇതുപോലെ ആക്സസ് പോയിന്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അതുപോലത്തെ, അതായത് പാസീവ് അല്ലാത്ത, അതായത് PoE ഇഞ്ചക്ടർ അല്ലാണ്ട് നേരിട്ട് കുത്താൻ കഴിയുന്ന, അതായത് നേരിട്ട് ഇതിൻ്റെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആക്സസ് പോയിന്റുകൾ മേടിക്കുക. അതായത് PoE സ്വിച്ച് ചെയ്യുന്ന ഡയറക്റ്റ് ഇതിനകത്ത് കുത്താനായിട്ട് സാധിക്കുന്ന ആക്സസ് പോയിന്റ്സ് മേടിക്കുക. കാരണം ഈ ആക്സസ് പോയിന്റ് നമുക്ക് PoE സ്വിച്ചിൽ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ ആക്സസ് പോയിന്റ് മേടിക്കുമ്പോൾ പലർക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ചിലതിൽ ഈ പറഞ്ഞ PoE ഇഞ്ചക്ടർ ഉണ്ടാവാറില്ല. ഈ ഇഞ്ചക്ടർ ഇല്ലാത്തത് നേരെ സ്വിച്ചിൽ നിന്നും മാത്രമേ ഈ ഒരു ആക്സസ് പോയിന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്തരം ഇഞ്ചക്ടർ ഉള്ളതാണെങ്കിൽ നമുക്ക് സ്വിച്ചിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല, ഈ ഇഞ്ചക്ടർ ഉപയോഗിച്ച് വേണം കൊടുക്കാൻ. സോ PoE ഇഞ്ചക്ടർ ഉള്ള ആക്സസ് പോയിന്റ് ചോദിച്ചു വാങ്ങുക. ഇപ്പം നിങ്ങളൊരു PoE സ്വിച്ച് ഉപയോഗിക്കാത്ത സ്ഥലത്താണെങ്കിൽ PoE ഇഞ്ചക്ടർ ഉള്ള ആക്സസ് പോയിന്റ് ചോദിച്ചു വാങ്ങുക. ഇല്ല, നമ്മൾ PoE സ്വിച്ച്, അതായത് പവർ ഓവർ എതർനെറ്റ് സ്വിച്ച് ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ അത്തരത്തിൽ PoE സ്വിച്ചിൽ നിന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ആക്സസ് പോയിന്റ് മേടിക്കുക. സോ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ PoE
ഉള്ള സ്ഥലങ്ങൾ POE സ്വിച്ചിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആക്സസ് പോയിന്റ് മേടിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. POE സ്വിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഞ്ചക്ടറുള്ള ഒരു ആക്സസ് പോയിന്റ് തന്നെ മേടിക്കുക. ആക്സസ് പോയിന്റ് അത്തരത്തിൽ 2 തരത്തിൽ ആക്സസ് പോയിന്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചക്ടർ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് കാണാം. അതായത് ഈ ഇഞ്ചക്ടർ വേറൊന്നുമല്ല, നമ്മളിത് പവറിൽ കുത്തി വെക്കുക. അതായത് ഇത് നമ്മൾ ഇലക്ട്രിസിറ്റി പവറിൽ കുത്തി വെക്കുമ്പോൾ ഇവിടെ 2 പോർട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ 2 പോർട്ട് ലാൻ പോർട്ട് 2 കാണാൻ പറ്റും. 2 ലാൻ പോർട്ടുകൾ കാണാൻ പറ്റും, എതർനെറ്റ് പോർട്ടുകൾ. അതിനകത്ത് ഒന്ന് ലാൻ എന്നും ഒന്ന് POE പവർ ഓവർ എതർനെറ്റ് 2 എണ്ണമുള്ളതാണ്. അതായത് ഒന്ന് ലാൻ പോർട്ട് എന്നും ഒന്ന് POE പോർട്ട് 2 പോർട്ടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന് POE പോർട്ടും ഒന്ന് ലാൻ പോർട്ട്, അങ്ങനെ 2 പോർട്ടുകളാണ് ഇതിനകത്ത് ഉണ്ടാകുക. അപ്പോൾ ഇതിനകത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൗട്ടറിൽ നിന്നുള്ള കണക്ഷൻ നേരെ ഇതിൻ്റെ ലാൻ പോർട്ടിൽ കൊടുക്കുക. റൗട്ടറിൽ നിന്നുള്ള കണക്ഷൻ ലാൻ പോർട്ടിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ POE എന്നുള്ള കണക്ഷൻ, അതായത് പവർ ഓവർ തന്നിട്ട് ഈ POE എന്നുള്ള പോർട്ടിൽ നമ്മളുടെ ഈ പറഞ്ഞ ആക്സസ് പോയിന്റിലോട്ട് പോകുന്ന കേബിൾ ഈ POE എന്ന് പറയുന്ന പോർട്ടിൽ കുത്തുക. പിന്നെ മോഡത്തിൽ നിന്നുള്ള കേബിൾ ഇതിൻ്റെ ലാൻ എന്ന് പറയുന്ന പോർട്ടിൽ കുത്തുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ടുണ്ടാവും. കറണ്ടിൽ കുത്തിയിട്ട് മോഡത്തിൽ നിന്ന് ഒരു കണക്ഷൻ ഇതിനകത്തോട്ട് കൊടുത്തിട്ട് അടുത്ത കണക്ഷൻ POE എന്ന് പറയുമ്പോൾ POE അതായത് ഈ സ്വിച്ചിലോട്ട് വരുന്ന POE കേബിൾ, അതായത് എതർനെറ്റ് കേബിൾ ഓട്ടോമാറ്റിക്കലി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇതിൻ്റെ കറണ്ട് പാസ് ചെയ്യുകയും ഈ ഒരു ആക്സസ് പോയിന്റിന് കറണ്ട് കിട്ടുകയും ചെയ്യും, അതായത് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും. ഈ ഒരു ആക്സസ് പോയിന്റ് ഓണായി വർക്ക് ചെയ്യുകയും ചെയ്യും. അവിടെ നമുക്ക് അഡാപ്റ്റർ ഇല്ലാണ്ട് തന്നെ ഈ ഒറ്റ കേബിളിൽ നിന്ന് തന്നെ ഈ കേബിളായിരിക്കും, ഇവിടെ നിന്ന് വരുന്ന കേബിളായിരിക്കും ഈ ഒരു POE ആക്സസ് പോയിന്റിലോട്ട് വരുന്നത്. സോ നമുക്ക് അത് എളുപ്പത്തിൽ തന്നെ ഇത് പവർ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേറെ പ്രത്യേകം അഡാപ്റ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ 2 പോർട്ടുകൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞത്, 2 പോർട്ടിൽ ഒന്ന് റൗട്ടറിൽ നിന്ന് വരുന്ന, അതായത് മോഡത്തിൽ നിന്ന് വരുന്ന കേബിൾ കണക്ട് ചെയ്യുക. അടുത്തതിൽ നേരെ ആക്സസ് പോയിന്റിലോട്ടുള്ള കേബിൾ കണക്ട് ചെയ്യുക. അങ്ങനെ അതിനെയാണ് ഈ ഒരു POE ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ POE ഇഞ്ചക്ടറും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ POE ഇഞ്ചക്ടർ ഉള്ളത് ചോദിച്ചു വാങ്ങുക. POE സ്വിച്ച് ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ POE സ്വിച്ചിൽ കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ആക്സസ് പോയിന്റ് വാങ്ങുക. അത് ആക്സസ് പോയിന്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഈ POE ആക്സസ് പോയിന്റിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കുക, ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും നിങ്ങൾക്കറിയാം, എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വാട്സപ്പ് നമ്പറൊക്കെ. സോ നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാലും മതി, ഞാൻ എൻ്റെ ഉത്തരം മാക്സിമം വേഗത്തിൽ തന്നെ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്.